ഹലോ ഗൈസ്, വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹയാ, ഇന്ന് എന്തുമായിട്ട് വന്നിരിക്കണ നീ? എന്തിനാ അത്? എനിക്കൊരു ഫ്ലേവർ ഉണ്ടാക്കാന്. എങ്ങനെ? അത് ഈ ക്ലേ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അയുടെ തലയിൽ എന്നിട്ടായിരിക്കണേ? പൊളിച്ചല്ല, എന്താണ് സംഭവം അത്? ഓക്കെ, നമുക്ക് ഡ്രൈ ക്ലേ ഉണ്ടാക്കണ എങ്ങനെയാണ്? ഡ്രൈ ക്ലേ കൊണ്ട് ഫ്ലവർ ഉണ്ടാക്കണ എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കാം. അതൊന്ന് ഓപ്പൺ ചെയ്തേ. അതിൻ്റെ അകത്ത് എവിടെ കവായ സ്റ്റിക്കറൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, അതാണ് ഡ്രൈ ക്ലേ. ഏതൊക്കെ കളറുണ്ട്? ഇത് രണ്ട് കളറുണ്ട്, ഒന്ന് കട്ടയും ഒന്ന് ഇതും. ഡാർക്കും ലൈറ്റും അല്ലേ? ഓക്കെ, പിന്നെന്തിട്ടാ? മിക്സ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ അകത്ത്. ഓക്കെ, നമുക്കില്ലേ അതിൻ്റെ ടൂൾസ് ഒന്ന് കാണിച്ചടാ. എവിടെ? അത് കട്ട് ചെയ്യുന്നത് പല ഷേപ്പ് ഉണ്ട് അല്ലേ അതിൻ്റെ അകത്ത്. നോക്കട്ടെ, കാണിച്ചു നോക്കാ. നൈഫ് പോലെ ഉണ്ട് ഒരെണ്ണം, രണ്ട് നൈഫ്. ഒന്ന് ഈ ടൈപ്പ് അല്ലേ. ഇതുകൊണ്ട് കട്ട് ചെയ്യാൻ എങ്ങനെയുണ്ട്? സുഖമാണോ? സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അതൊന്ന് മാറ്റി വെച്ചിട്ട് കാണിച്ചു കൊടുത്ത ഫ്ലവർ ഉണ്ടാക്കണ എങ്ങനെയാന്ന് കാണിച്ചു കൊടുത്തേ. ഓക്കെ, ചെയ്. ആവശ്യമുള്ളത് എടുക്ക്, എന്നിട്ട് ബാക്കി കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചടാ ഇത്തിരി. അത് ബോക്സ് കുറച്ച് അടുത്ത് വന്നിരിക്കുക, എന്നാലേ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, സ്മോൾ ഉണ്ടാക്കിയാൽ മതി. മോനക്ക് പറ്റണ സൈസിൽ ഉണ്ടാക്ക്. രണ്ട് ഷെയ്ഡ് വേണ്ടേ ഇപ്പം? ലൈറ്റ് ഷെയ്ഡാ. അത് നല്ല രീതിയിൽ അത് ടൈറ്റ് ചെയ്യണം അല്ലേ, അല്ലെങ്കിൽ ഡ്രൈ ക്ലേ കട്ട പിടിക്കും. അപ്പോൾ അതെടുക്കുമ്പോഴില്ലേ എല്ലാവരും നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ട് ഇതുപോലെ കണ്ടെയ്നർ ബോക്സിൽ വെക്കണം കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇനി കംപ്ലൈൻ്റ് ആയിപ്പോവും. എന്നിട്ട് ലൈറ്റ് ഷെയ്ഡാ. ലൈറ്റ് ഷെയ്ഡ് എന്തിനാ? എന്ത് സിമ്പിളായിട്ട്. ഓക്കെ, ലൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ട് മിക്സ്. അയ്യോ, അത് ഒത്തുക്കാവുന്നടാ, അത് ഉള്ളിലേക്ക് വെക്ക്. ഓക്കെ, നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ടാ. മതി മതി, ഇല്ല എയർ അടക്കൂല ഇനി. ഇല്ല കേട്ടോ, എയർ അടക്കണില്ല. മതിയടാ, ഇനി അതെടുത്ത് വെക്ക്. കുറച്ച് കഴിഞ്ഞിട്ട് ഫിറ്റ് സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് എന്താ ചെയ്യുക? മിക്സ് ചെയ്ത് എനിക്ക് അതാദ്യം കാണിച്ചു കൊടുക്ക്. ലൈറ്റ് ഷെയ്ഡിന് ആദ്യം അത് മിക്സ് ചെയ്തിട്ട്. ഓക്കെ, അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും നല്ലവണ്ണം അല്ലേ. അത് മിക്സ് ചെയ്യാട്ടെ. അത് ലൂസാവുന്നുണ്ട്, കൈമേൽ ഒട്ടുന്നുണ്ടാ? അത് ഇപ്പൊ ഇങ്ങനെ ഒട്ടാണെങ്കിൽ തന്നെ നമ്മൾ ചെറിയൊരു പീസ് എടുക്കാം, ഇങ്ങനെ വെറുതെ ഇതാക്കിയാൽ മതി. അപ്പൊ ഫുള്ളായിട്ട് അപ്പൊ ഇതാവൂല്ലേ നല്ല രീതിയിൽ. എവിടെ ഇതിന്റെ ഡാർക്കും ലൈറ്റും കൂടി മിക്സ് ആയപ്പോ ഏത് ഷെയ്ഡാ കിട്ടിയത്? ഈ ഷെയ്ഡ് കിട്ടിയില്ലേ. ക്ലിയർ ആവണ്ടാ? ഓക്കെ, ആ ഷെയ്ഡ് കിട്ടി. ഇനി നമുക്ക് ഫ്ലവർ ഉണ്ടാക്കണ നോക്കാം അല്ലേ. എന്നിട്ട് മിക്സ് ആയതിനു ശേഷം എന്താ ചെയ്യണത്? പണ്ടൊക്കെ അങ്ങനെയുള്ള ഫ്ലവർ ഉണ്ട്. റോസ് ഫ്ലവറിന്റെ പെറ്റൽ ഉണ്ടാക്കുമായിരുന്നു അല്ലേ. ഇപ്പം മോൻ എന്നിട്ടോ കാണിക്കാൻ പോണേ. ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് അതെന്തിനാ അങ്ങനെ കട്ട് ചെയ്യാൻ? 1 മിനിറ്റ്. ജസ്റ്റ് ചെറിയ സൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം നൈഫ് വെച്ചിട്ട്. എടാ, നൈഫ് തിരിച്ചെണ്ണ നീ പിടിച്ചിരിക്കണത്. നൈഫ് ഇങ്ങനെ ഓക്കെ, ചെറിയ സൈസുകളായിട്ട് കട്ട് ചെയ്യും അല്ലേ. കട്ട് ചെയ്തെടുക്കാം അല്ലേ ആദ്യം.
അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം എന്തിട്ടാ ചെയ്യണേ? എത്ര പീസ് കട്ട് ചെയ്യുന്നുണ്ട് ഹയ? എത്ര പീസായാലും കുഴപ്പമില്ല. പെറ്റലുണ്ടാക്കാനോ? എന്നിട്ട് എന്തിട്ടാ ചെയ്യുക? കട്ട് ചെയ്ത് കൊടുക്കുക അല്ലേ? ഓക്കെ. എത്ര പീസായിട്ടുണ്ട് ഒന്ന് കൗണ്ട് ചെയ്തോ നീ? 1 2 3 4 5 6 7 8 9 10 എണ്ണം. 10 പീസ് പെറ്റൽസിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. റൗണ്ട് ആക്കി എടുക്കാം. എങ്ങനെ റൗണ്ട് ആക്കിയിട്ട് എടുക്കാം? അതെങ്ങനെ റൗണ്ട് ആക്കണമെന്ന് കാണിച്ചോ? അതെങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കാണിക്കുക അല്ലേ? ഇങ്ങനെ കാണിച്ചിട്ടൊന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചാൽ കൈ വെച്ചിട്ട് കാണിച്ചു കൊടുക്ക്. ഓക്കെ. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് മേലെ തന്നെ വെക്ക്. അത് തന്നെ അവിടെ വെച്ചോ. എന്നിട്ട് എല്ലാതും ഇതേപോലെ ഫുള്ള് റൗണ്ട് ചെയ്യണം അല്ലേ? 10 പീസ് പെറ്റലും ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വീണോ? റൗണ്ട് ചെയ്തെടുക്കാം അല്ലേ? ഇനി 1 2 3 4 5 പീസുകൾ റൗണ്ട് ചെയ്യാനുണ്ട്. ഇതുപോലെ റൗണ്ട് ചെയ്ത് കണ്ട ചെറിയ ബോൾസ് പോലെ ആക്കി വെക്കണം കേട്ടോ ആള്. അത് ബോൾസ് പോലെ ആക്കി വെക്കും. അതിന് ശേഷമാണ് ഓക്കെ. എന്നിട്ട് എന്തിട്ടാ ചെയ്യുക? ഈ ഒരു ബോൾ എടുത്തിട്ട് എന്ത് ചെയ്യും? ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കും അല്ലേ? ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. അധികം പ്രസ് ചെയ്യണ്ട. കണ്ടോ? ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അടുത്തടുത്താണോ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്? ഇങ്ങനെ പ്രസ് ചെയ്യും അല്ലേ? എന്നിട്ട് അടുത്തത് അങ്ങനെ 10 പെറ്റൽസും സെറ്റ് ചെയ്ത് കൊടുക്കണം അല്ലേ? ഒന്നിൻ്റെ മേലെ ഒന്ന് ആയിട്ടാണ് അല്ലേ അത് വെച്ച് കൊടുക്കുന്നത്? അപ്പോൾ റൗണ്ട് ഷേപ്പ് കിട്ടുന്നു. അതല്ലേ വരുന്നത്? ഓക്കെ. ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ സംഭവിക്കുന്നത് നോക്കാം. ലാസ്റ്റ് തിരിക്കുന്നത് എവിടെ കാണുന്നില്ല, ക്ലിയർ ആവുന്നില്ല. ഇതേപോലെ പ്രസ് ചെയ്യുക അല്ലേ? എന്നിട്ട് എങ്ങനെ തിരിക്കുന്നത് ക്ലിയർ ആവുന്നില്ല ഹയ? എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പതുക്കെ തിരിക്കാൻ പാടുള്ളൂ. തിരിച്ചു കൊടുക്കുമ്പോൾ പെറ്റൽ റെഡി. എടാ എനിക്ക് ഇങ്ങനെയാണ് അല്ലേ ചെയ്യാം?